ഹലോ ഗേസ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഇന്നും അവധി ദിവസമാണ്. എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവാറുള്ളത്. അങ്ങനെ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ഞങ്ങളൊരു യാത്ര പോയാലോ എന്നുള്ള ആഗ്രഹത്തോടു കൂടി വൈകിട്ട് 5 മണിയോടുകൂടി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകണമെന്നും ആ സ്ഥലം ആസ്വദിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ട്. അതുപോലെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഖത്തറിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. ഞങ്ങളും ബീച്ചിലേക്കും കടലിലെല്ലാം ഇറങ്ങിയിട്ടും കുളിച്ചിട്ടൊക്കെ ഒരുപാട് കാലമായിട്ടുണ്ട്. ആ ഒരു ആഗ്രഹത്താൽ ഞങ്ങളും ആ സ്പോട്ടിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങളോട് ഒരുപാട് കാലത്തെ ആഗ്രഹമല്ലേ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ആ ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ 1 മണിക്കൂറിന് മുകളിൽ യാത്ര ചെയ്യാനുണ്ട്. ആ യാത്ര ഞങ്ങൾ 5 മണിക്ക് പുറപ്പെട്ട് 6 മണിയോടെ അങ്ങോട്ടെത്തി. അവിടെ എത്തിയപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ്. വളരെ ഭംഗിയുള്ള സൂര്യാസ്തമയവും ആ പ്രകൃതി ഭംഗിയും. ഖത്തറിൽ ഇങ്ങനെയൊരു സ്പോട്ടുള്ളത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതും അവിടെ പോയിട്ട് ആ ഒരു ഫീലിംഗ് ഞങ്ങൾ അനുഭവിക്കുന്നതും. പ്രകൃതിയുടെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നത് ഇന്നാണ്. നിങ്ങളും പോയിട്ടുണ്ടായിരിക്കാം, പലവരും പോയിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പോട്ടിലേക്ക് എത്തുന്നതും അവിടുത്തെ ഭംഗി ആസ്വദിക്കുന്നതും. ഒരുപാട് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റും ആ ഒരു സ്പോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. ഈ സ്പോട്ട് ശരിക്കും വരുന്നത് ഖത്തറിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണിത്. ഫുവൈലത്ത് ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബീച്ചിന് വളരെ പ്രത്യേകതകളുണ്ട്. ഖത്തറിൽ അതിമനോഹരമായിട്ടുള്ള പല ബീച്ചുകളുമുണ്ട്. ഈ ഒരു ബീച്ച് മാത്രമല്ല. ഖത്തറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 ഭാഗങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഒരു ലാൻഡ് ബോർഡർ ഉള്ളത് സൗദി ബോർഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഖത്തറിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല ബീച്ചുകളും അവിടുത്തെ പ്രകൃതി ഭംഗികളും ആസ്വദിക്കാൻ കഴിയും. പക്ഷേ ഞാൻ പോയതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു പ്രകൃതി ഭംഗിയും നല്ലൊരു ബീച്ച് ഈ ഒരു ബീച്ചാണ്. ഈ ബീച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റും. അതുല്യമായ ഭൂപ്രകൃതി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പോകുന്ന വഴികളിൽ വെളുത്ത തെളിഞ്ഞ മണൽത്തിട്ടകളാണ് കാണപ്പെടുന്നത്. നമ്മൾ വിചാരിക്കും ഒരു യാത്രയിലും ആ ഒരു സ്പോട്ടും ഫുൾ വെളുത്ത മണൽത്തരികളോട് കൂടിയിട്ടുള്ള ബീച്ചുകളാണെന്ന്. പൊതുവെ എല്ലാ ബീച്ചുകളും ഇതേപോലെ തന്നെ ആവാം. പക്ഷേ ആ ബീച്ചിൻ്റെ അടുത്തേക്ക് കടൽ തീരത്തേക്ക് എത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അതിനും വലിയ അത്ഭുതങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പാറക്കെട്ടുകളാണ്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഒരു ബീച്ച് കാണുമ്പോൾ മണൽത്തിട്ടകളാണ്. പെട്ടെന്ന് ആ ബീച്ച് കടൽ തീരത്തേക്ക് പോകുമ്പോൾ കടലിൽ ഇറങ്ങി കുളിക്കാനും കടലിൽ കളിക്കാനൊക്കെ സാധിക്കുന്നു. പക്ഷേ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കടൽ തീരത്തിനോട് അനുബന്ധമായിട്ട് വലിയ പാറക്കെട്ടുകളാണ്. അതിമനോഹരമായിട്ടുള്ള പാറക്കെട്ടുകളാണ്. നമുക്കത് അതിശയം തോന്നിപ്പോകും ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ. വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള സമയങ്ങളിൽ ഈ തീരത്ത് നമുക്ക് ഒരുപാട് കടലാമകളെ കാണാൻ പറ്റും. ആ ഒരു സമയത്താണ് കടലാമകൾ മുട്ടയിടലും അതിന് കുഞ്ഞുങ്ങളുണ്ടാവലെല്ലാം. ആ ഒരു സമയത്ത് പൊതുജനങ്ങൾക്ക് പൊതുവേ ഈ ബീച്ച് ഓപ്പണാക്കി കൊടുക്കാറില്ല. സൂര്യാസ്തമയം അടുക്കാറായി. എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവിടുത്തെ എല്ലാ ഭാഗങ്ങളും എല്ലാ പ്രദേശങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാനും ഒരുപാട് സമയം ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു. പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങി. അതിന് മുന്നേ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു.
ഞാൻ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറയുടെ നമ്മളിലേക്ക് കുറച്ച് അതിഥികളെത്തി. ഒരു അമ്മയും 4 കുഞ്ഞുങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും ഈ ക്യാമറയിലും ഈ വീഡിയോയിലും കാണാൻ സാധിക്കും. അവരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ ഒരു സമയവും ആ ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ആ ഒരു സന്ധ്യാസമയത്ത് നല്ലൊരു കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ്. പക്ഷേ എനിക്കത് പിന്നീട് ആലോചിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അത്രയും ചൂടും ചുട്ടുപൊള്ളുന്ന പാറകളും ഉള്ളൊരു സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് ഇതിനാരോ ഉപേക്ഷിച്ചതായിരിക്കാം. എനിക്കൊരു അപേക്ഷയുള്ളത്, ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ഇതുപോലുള്ള സ്ഥലത്ത് ആരും ഉപേക്ഷിക്കരുത്. എന്നല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റുന്ന രൂപത്തിൽ, ഭക്ഷണം കിട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.